അങ്ങനെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് കോൺഗ്രസിൽ. കണ്ണൂരിൽ കുമ്പക്കുടി സുധാകരന് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് എപ്പോഴും ഇങ്ങനെയാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പാർട്ടിയാണ്. ഈ അത്ഭുതം സൃഷ്ടിക്കാനായിരുന്നു നേരത്തെ അങ്ങ് സൃഷ്ടിച്ചാൽ പോരാണോ? അതാണ് പറയാനുള്ളത്. ഈ വിസ്മയങ്ങളെല്ലാം കാരണം കഴിഞ്ഞ് എത്ര വിലപ്പെട്ട ദിവസങ്ങളാണ് നഷ്ടമായത്. അല്ല, ഇവർ പാർട്ടി പ്രവർത്തകരെ കുറിച്ച് പോലും ചിന്തിക്കാതെ ഇത്ര ദിവസം ഒരു തീരുമാനം എടുത്താൽ അതിന് ശരി, ഓക്കെ സുധാകരനല്ലേ, അതിന് അദ്ദേഹം ഇനി മത്സരിക്കില്ലെങ്കിലോ കൊടുത്തേക്കാന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. സുധാകരന് പിന്നാലെ അടൂർ പ്രകാശനും ഉണ്ടെന്ന് പറയുന്നു. അടൂർ പ്രകാശ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ പിൻവലിച്ചു. കണക്കിന് ഞാൻ വീണ്ടും വോട്ട് ചെയ്യാൻ പോകേണ്ടി വരുമെന്നില്ല ചില ആറ്റിങ്ങൽ. അല്ല, വേറെ ആലപ്പുഴ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ സ്ഥാനാർത്ഥിയെ? ആലപ്പുഴ പ്രഖ്യാപിച്ചിട്ടില്ല. KC വേണുഗോപാലും വരും, കുഴപ്പമൊന്നുമില്ല. പുറകെ ഇപ്പം 3 പേരെ വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. എന്താണെങ്കിലും ശരി, ഇത്രയും വലിയ നാടകീയതയുടെ ആവശ്യമില്ലായിരുന്നു. ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളത്തിൽ ഈ ഗൺ പോയിന്റിൽ നിർത്തി വിലപേശി വാങ്ങി ഒരേ ഒരാൾ സുധാകരനായിരിക്കും. അതെ, അദ്ദേഹം വാങ്ങി എടുത്തു എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ ഇതിനകത്ത് സംഭവിക്കുന്നത് AK ആന്റണി ഇടപെട്ടു. ഇതിന്റെ പിന്നാമ്പുറ കഥ, യഥാർത്ഥ പിന്നാമ്പുറ കഥ, സുധാകരൻ BJPയിലേക്ക് പോകുന്ന പ്രഖ്യാപിക്കാനാണ് പത്രസമ്മേളനം വിളിച്ചത്. കണ്ണൂരിൽ BJP സീറ്റ് ഒഴിച്ചിട്ടതും സുധാകരന് വേണ്ടിയാണ്. ചർച്ചകൾ ഓൾറെഡി നടന്നു കാണും. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകുന്നു. സംസ്ഥാനമൊട്ടാകെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും. കാരണം BJP കോൺഗ്രസ് ഇനിയും കൂടുതൽ ജയിച്ചാലും ഇവർ BJPയിലോട്ട് പോകും. മാത്രമല്ല സുധാകരൻ എല്ലായിടത്തും അനുയായികളുണ്ട്, സകല ജില്ലയിലും അനുയായികളുണ്ട്. ആ ഒരു സമയം ഇവർ BJPയും പിന്നെ CPM അത് മുതലെടുക്കും. കാരണം BJP വേണേൽ സ്വാഗതം ചെയ്യും, വരൂ നിങ്ങളെല്ലാവരും പോന്നോളൂ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യും. ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളത്തെ BJPക്കാരെന്നുള്ള ആ പ്രയോഗമുണ്ടല്ലോ CPM, അത് കറക്റ്റാണെന്ന് ആൾ വിചാരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അൾട്ടിമേറ്റ് ക്രൈസിസ് മാനേജർ എന്ന് പറയുന്നത് AK ആന്റണിയാണ്. എല്ലാ തവണയും എല്ലായ്പ്പോഴും ഈ കോൺഗ്രസിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അൾട്ടിമേറ്റ് ക്രൈസിസ് മാനേജർ ഇപ്പോഴും സംശയം ചോദിക്കുന്നത് AK ആന്റണി തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അദ്ദേഹം മിക്കവാറും ദിവസം ഇന്ദിരാഭവനിൽ വരുന്നുണ്ട്. അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹം അങ്ങനെ കുഴപ്പമൊന്നുള്ള ആളല്ല, അദ്ദേഹം ഹെൽത്തിയായി തന്നെ പോകുന്നുണ്ട്. അദ്ദേഹമായിട്ട് ഇവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കൂടിയാലോചിച്ച് സുധാകരൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം. പക്ഷേ ഇതിപ്പോ രമേശ് വെച്ചിട്ട് ചെന്നിത്തലയാണ് ഇടപെട്ടിരിക്കുന്നത്. കാരണം ചെന്നിത്തലയ്ക്ക് മനസ്സിലായി സുധാകരൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രത്തോളം വലുതാകും, വലിയ ഡാമേജ് ആകുമെന്നുള്ള ഉറപ്പാക്കിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഹൈക്കമാൻഡ് ആ ഒരു നിലപാടിൽ മുന്നോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. അല്ല, എന്നാൽ പോലും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു നല്ലൊരു അവസരം വരെയാണ്. ഇനി അല്ലെങ്കിൽ 5 വർഷം കാത്തിരിക്കേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ആന്റണിയെ ഉള്ള ഒരാൾ ഇടപെടുമ്പോൾ ഹൈക്കമാൻഡിൽ ആരും ഒന്നും പറയില്ല. അത് ഏറ്റവും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരാളാണല്ലോ. പക്ഷേ എന്ത് പറ്റി, അതുകൊണ്ട് എന്ത് പറ്റി, തൊട്ട് പറയാതെ അടൂർ പ്രകാശ് വന്നിരിക്കുന്നു. ഇനി പലരും വരുമോന്ന് സംശയിക്കേണ്ടിരിക്കണം. ഇക്കണക്കിന് സമയമില്ല. ഇനി KC വേണുഗോപാൽ എന്തായാലും അങ്ങനെയാണ് ആലപ്പുഴ വരും. ആലപ്പുഴ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം BJP തിരുവനന്തപുരം കണ്ണൂർ ഒഴിച്ചിട്ടിരുന്നു, 2 സീറ്റ് ഒഴിച്ചിട്ടിരുന്നു. തിരുവനന്തപുരത്ത് ആരാണെന്ന് അറിയില്ലെങ്കിൽ പോലും കണ്ണൂർ സുധാകരന് വേണ്ടി ഒഴിച്ചിട്ടതാണെന്നുള്ളത് വ്യക്തമാണ്. അല്ല, എന്തായാലും തൽക്കാലം കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് ശ്വാസം വിടാം. കാരണം ഇത് എന്താ സംഭവിക്കാൻ പോണെന്നുള്ള ആർക്കും ഒരു എത്തിപ്പിടിയില്ലായിരുന്നല്ലോ. അതെ, ഇപ്പൊ ഇത്രയും ദിവസം സത്യത്തിൽ CPM-ന്റെ അണികളും സൈബർ സേനയും ഒന്നും ഇതിനകത്ത് ഇടപെട്ടിരുന്നില്ല കേട്ടോ. അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരിത് വിദഗ്ധമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സത്യത്തിൽ ഇന്ന് പുലർച്ചെയാണ് 2:15 സീറ്റ് സംബന്ധിച്ച് ഏകദേശ ധാരണ ഉണ്ടാകുന്നത്. VD സതീശൻ്റെ കടുംപിടുത്തമായിരുന്നു MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളത്. അത് പ്രധാനമായും KC വേണുഗോപാൽ മത്സരിക്കുന്ന ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. KC വേണുഗോപാലിന് മത്സരിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ളതും നമുക്കറിയാം. മുഖ്യമന്ത്രി കസേര നോക്കി 3-4 പേര് ഇരിപ്പുണ്ടെന്നുള്ളതും നമുക്കറിയാം. അല്ല, ഇത് ഈ നേരത്തെ ഇവരെന്തുകൊണ്ട് ചെയ്തില്ല എന്ന് മാത്രമാണ് നമുക്കിപ്പോഴും ചോദിക്കാനുള്ളത്. ഇത് നേരത്തെ അങ്ങ് തീരുമാനിച്ച് ഉറപ്പിച്ചത് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഓക്കെ, സുധാകരൻ മുൻ KPC പ്രസിഡന്റ്, കണ്ണൂരിൽ അദ്ദേഹത്തെ പണയ്ക്കാൻ അപകടമാണ് എന്ന് മനസ്സിലാക്കി സീറ്റ് കൊടുത്താൽ പ്രശ്നം തീരാന്നുള്ളതേ ഉള്ളൂ. ഇനി വേറെ ആർക്കും ഇല്ലാന്നുള്ള അയക്കാമൻ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ ഒരു പരസ്യമുണ്ട്, വിശന്നാൽ അവൻ അല്ലാതാകും, സ്നിക്കേഴ്സ് കഴിക്കൂ എന്ന് പറഞ്ഞൊരു പരസ്യമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺഗ്രസിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഗ്രൂപ്പുകൾ, മറ്റൊന്ന് തമ്മിലടി, മുണ്ടുരിഞ്ഞ് അടി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തൊഴുത്തിൽ കുത്ത, പാരവെപ്പ്, മറ്റു കാര്യം. അല്ല, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പണ്ടൊരു കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ പാർട്ടി ചെന്ന് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ഇത് നമുക്കിത് പരിഹരിക്കണം, ഇങ്ങനെ വിഷയമാണെന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ് അല്ലേ, ഇവിടെ ഇതൊക്കെ നടക്കുള്ളൂ എന്നാണ് വലിയ നേതാക്കന്മാരും പറയണമെന്നാണ്. അല്ല, ഇന്ന് രാവിലെ നമ്മൾ ഞെട്ടിയത് ഇത് കോൺഗ്രസ് അല്ലേ ഇങ്ങനെ നടക്കും എന്നുള്ള ആ പഴമൊഴി ഉണ്ടല്ലോ. അതെ, ആ പഴമൊഴി തിരുത്തി ഒരു പുതുമൊഴി എഴുതിയായിരുന്നു. അതായത് രാവിലത്തെ വാർത്തകൾ എന്തൊക്കെയായിരുന്നു? കുമ്പക്കുടി സുധാകരനും സീറ്റില്ല, ഈ പറയുന്ന അടൂർ പ്രകാശിനും സീറ്റില്ല, MP-മാർ മത്സരിക്കുകയേ വേണ്ട. അപ്പോൾ പകരം അടൂർ പ്രകാശിന് വരാൻ കോന്നിയിൽ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, കണ്ണൂരിൽ TO മോഹനൻ, ഇവർ രണ്ടുപേരുടെയും പേര് ഉയർന്നു. ആറന്മുളയിൽ അബിൻ വർക്കി, മറ്റേ റാന്നിയിൽ പഴകുളം മധു, അങ്ങനെ കുറേ പേരുകൾ കൂടി ഓർമ്മ ഉണ്ടായിരുന്നില്ല. DIC ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പേരെ സീറ്റ് അങ്ങോട്ട് പോസ്റ്ററും ചെവരെഴുതിയൊക്കെ മാറ്റിയിട്ട് ഒന്നും സ്ഥാനാർത്ഥി നിങ്ങളുടെ നാട്ടിൽ ആരെയൊക്കെ നിർത്തിയിട്ടുണ്ടോ എന്നാണ്. DIC
UDF വന്നപ്പോൾ DIC UDF കൂടെ വന്നപ്പം ഒന്ന് ഇദ്ദേഹമായിരുന്നു, ഒന്ന് ശിവദാസൻ നായർ പോസ്റ്റർ ഒട്ടിച്ചു ഇളക്കിക്കൊണ്ടുപോയി. അല്ല, ഒരു പുലിവാൽ കല്യാണ സിനിമയിൽ ജഗതി മോതിരം ഇടുന്ന ഒരു സീൻ, മോതിരം ഇടുന്നു ഊരുന്നു, വീണ്ടും മോതിരം ഇടുന്നു ഊരുന്നു. അപ്പം ഈ 2006 DIC വെളിയിലാണെന്ന് കരുതി ശിവദാസൻ നായർ പോസ്റ്റർ ഒട്ടിച്ച് പ്രചാരണം തുടങ്ങി. ഈ പ്രചാരണം തുടങ്ങിയപ്പോൾ അത് വലിയ രസമാണ്. പുള്ളി ആറന്മുളയിൽ പോസ്റ്റർ ഒട്ടിച്ച് പ്രചാരണം തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ P. മോഹൻരാജ് പോസ്റ്റർ ഒട്ടിച്ച് പ്രചാരണം തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് DIC വീണ്ടും കോൺഗ്രസിൻ്റെ കൂടെ, ആറന്മുളയിൽ നിന്ന് ശിവദാസൻ നായർ ഔട്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നേരെ പത്തനംതിട്ട പോയി മോഹൻരാജിൻ്റെ പോസ്റ്റർ ബോർഡിലോട്ട് പുള്ളിയുടെ പോസ്റ്റർ ഒട്ടിച്ച് പുള്ളിക്ക് ആ സീറ്റ് കിട്ടി. മോഹൻരാജ് അങ്ങനെ ഔട്ടായിപ്പോയി. അത് ഇത് കോൺഗ്രസിൽ ഇതൊക്കെ നിത്യ സംഭവമാണ്. എങ്കിൽ പോലും ഈ കാലം മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ എന്തെങ്കിലും മനസ്സിലാക്കണം. അതെ, ഇത്രയും വലിയ ഒരു ഒരു ഉദ്വേഗത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, ഇവർ എല്ലാവരും അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട താഴെത്തട്ടിലെ പ്രവർത്തകരുടെ കാര്യമാണ്. അവർക്ക് പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുതാനും ഒക്കെ ഇവരെ ഒരു അനുമതി കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? പിന്നെ ഇവരുടെ ഈ തമ്മിലടി കണ്ടിട്ടാവണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ചുരുങ്ങിയ സമയം കൊടുത്തു അടിച്ചങ്ങ് തീർക്കട്ടെ. ആകെ ഇന്നിവിടെ കൂട്ടിക്കഴിയുമ്പോൾ നാളെ 3 ദിവസമാണ്. കാരണം 20 നാളെയല്ലേ 20? നാളെ അവധിയാണെന്ന് തോന്നുന്നു. നാളെ അവധിയാണ്. നാളെ റംസാൻ്റെ അവധിയാണ്. അതുകൊണ്ട് നാളെ അവധിയാണ്. അപ്പോൾ 20 അവധി, പിന്നെ ശനിയാഴ്ചയും പിന്നെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൂടെ ടൈമുണ്ട്. 23 വരെ ഉള്ളൂ സമയം. അല്ല, 22 ഞായറാഴ്ച അല്ലേ? 23-ാം തീയതി തിങ്കളാഴ്ച കഴിയും. അപ്പോൾ പിന്നെ 2 ദിവസമേ ഉള്ളൂ ഫലത്തിൽ. ഇന്നും കഴിഞ്ഞാൽ പിന്നെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 2 ദിവസം കൊണ്ട് ഇത് മൊത്തം ധൃതി പിടിച്ച് പൂർത്തിയാക്കണം. ഈ നോമിനേഷൻ പൂരിപ്പിക്കണം, കേസിൻ്റെ കണക്കെടുക്കണം, കെട്ടിവെക്കാനുള്ള തുക, ഇതിൻ്റെ ഔപചാരികതകൾ പൂർത്തിയാക്കാനാണ് സമയം വേണം. ഇത് CPM-നെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം അവർ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണ്. പ്രഖ്യാപിച്ചാണല്ലോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർക്ക് ഏകദേശം ധാരണയുണ്ടായിരുന്നു എവിടെയൊക്കെ മത്സരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണയുണ്ടായിരുന്നു. ഇനിയിപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ്റെ സീറ്റ് കൊടുത്തോടെ അത് പരിഹരിച്ചു എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഈ അടൂർ പ്രകാശിൻ്റെ കാര്യവും KC വേണുഗോപാലിൻ്റെ കാര്യവും ഒക്കെ നമ്മൾ ഈ സുധാകരൻ ജയിക്കുകയാണെങ്കിൽ, കണ്ണൂർ അസംബ്ലി സീറ്റിൽ ജയിക്കുകയാണെങ്കിൽ, അടുത്ത കണ്ണൂരിലെ പാർലമെൻറ്റ് സീറ്റ് വിജയിപ്പിക്കേണ്ട ചുമതലയും കൂടെ അദ്ദേഹത്തിനാണ്. അതെ, അത് അദ്ദേഹം പിന്നെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, UDF-നാണ് ഭരണം ലഭിക്കുന്നതെങ്കിൽ, UDF തരംഗമുണ്ടെങ്കിൽ, ഈ വരുന്ന ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ജയിച്ചു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ള പല മുല്ലപ്പള്ളിയെങ്ങാനും പോലെ നേരത്തെ അവിടെ MP ആയിരുന്ന ഒരു മുതിർന്ന നേതാവിനെ നിർത്തിയാൽ അവർക്കത് പിടിച്ചെടുക്കാൻ സീറ്റ് നഷ്ടമാകാതെ പിടിച്ചത്. എന്തായാലും BJP-ക്ക് ആ സീറ്റ് കിട്ടില്ലല്ലോ. ഇല്ല, കിട്ടുക എന്ന് പറഞ്ഞാൽ അത് CPM-നെ കിട്ടത്തുള്ളൂ. CPM നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി അത് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ഈ ആകപ്പാടെയുള്ള ഒരു വിഷയം ഇതാണ്. അപ്പോൾ ഇനി കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോൺഗ്രസ്സുകാരനും ഒരു മുൻ കോൺഗ്രസ്സുകാരനും തമ്മിലുള്ള മത്സരമായിരിക്കും. ഇനിയും കോൺഗ്രസിൽ ഇനിയും തീരുമാനമാകാത്ത സീറ്റുകളുണ്ട്. ഇത് മാത്രമല്ല, സുധാകരൻ്റെ മാത്രമല്ല, ഈ പ്രഖ്യാപിക്കാത്ത സീറ്റുകൾ, പട്ടികയിൽ തന്നെ തീരുമാനമാകാത്ത സീറ്റുകൾ ഇനിയും കിടക്കുന്നുണ്ട്. ഈ അരുവിക്കരയിലൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ശിവകുമാർ ആകുമെന്ന് പറയപ്പെടുന്നു. നേമത്ത് ശബരിനാഥനാകുമെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ചാനലുകൾ പറയുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ സ്ഥിരീകരണം. ഇന്നലെ ഇതുപോലെ ചാനലുകൾ പറഞ്ഞ് വളരെ മോശം പ്രവൃത്തിയായി പോയില്ല. ഏതാ? ദീപ്തി മേരി വർഗീസ് സീറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ പോകുന്നു. ഇന്നിപ്പോൾ രാവിലെ പറയുന്നു മുഹമ്മദ് ഷിയാസിനാണ് സീറ്റെന്ന് പറയുന്നു. പക്ഷേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ദീപ്തി മേരി വർഗീസ് നോമിനേഷൻ പേപ്പർ വരെ പൂരിപ്പിച്ചു വെച്ചെന്നാണ് പറയുന്നത്. അവർ പോസ്റ്റർ ഒട്ടിച്ചു, നോമിനേഷൻ പേപ്പറും പൂരിപ്പിച്ചു വെച്ചു. എപ്പോൾ പ്രഖ്യാപിക്കുന്ന അപ്പം കൊണ്ടുപോയി കൊടുക്കും. അതാണ് അവരുടെ ഒരു അവസ്ഥ. എന്താണെങ്കിലും ശരി, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ആ ഒരു പതിവ് ശൈലി വിട്ടു മാറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത് പണ്ടും ഇങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് പറയാനുള്ളത് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കും. കാര്യം ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ പറ്റും. തിരിച്ച് അവരെ അങ്ങോട്ട് തിരിച്ച് നിങ്ങളുടെ ക്ഷമ അവരും പരീക്ഷിക്കും. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ദുർഭരണം, 10 വർഷവും ദുർഭരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഈ ആദ്യത്തെ ഒരു 5 കൊല്ലത്തിന് ശേഷം വന്ന ഈ 2ാം ടേം എന്ന് പറഞ്ഞ പിണറായി സർക്കാർ കൊണ്ട് ജനം പൊറുതിമുട്ടി. മോശം മന്ത്രിസഭയായി മാറിയത്. അവര് വികസന പ്രവർത്തനങ്ങൾ നടത്തി കാണാൻ റോഡും പാലും തോടും ആശുപത്രിയും സ്കൂളുകളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഭരണത്തിലിരുന്നു കൊണ്ട് കാണിച്ച ധാർഷ്ട്യവും ഗുണ്ടായുസവും ഇവിടുത്തെ ഈ ക്രമസമാധാന തകർച്ച, ഏറ്റവും പ്രധാന വിഷയം എന്താ? ക്രമസമാധാന തകർച്ച. ആർക്കും ആരെ എവിടെ ഇട്ടും തല്ലുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥയായി. അപ്പൊ അതിനൊരു ന്യായം. ഗുണ്ടയല്ലേ, ഗുണ്ട ചാകേണ്ടവനാണ്. ഓക്കെ, പക്ഷേ ഗുണ്ട ചാകുന്നത് ഓക്കെ. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്?
ഒരു പ്രദേശത്തെ ക്രമസമാധാനം കഴിഞ്ഞ ദിവസം തൂക്കുപാലം, ഇടുക്കി തൂക്കുപാലത്ത് ഒരാളെ എന്താ ആൾക്കാർ നോക്കി നീക്കിയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കുത്തിക്കൊല്ലുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വെടിവെച്ച് കൊല്ലുന്നു. അതായത് പ്രതികാരദായിയായിട്ടൊരു നാൾ വെടിവെച്ച് കൊല്ലുന്നു. പിന്നെ മനുഷ്യന്റെയൊക്കെ മാനസികാവസ്ഥ മാറി. അവരെ എന്തും ചെയ്യാൻ തയ്യാറാ. ഒരു അമ്മായിയമ്മ മരുമകൾക്ക് ചായ കൊടുത്തില്ല പറഞ്ഞ വെട്ടിക്കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം കുണ്ടറയിൽ ഒരുത്തൻ എന്തോ അല്ല ആലപ്പുഴയാന്ന് തോന്നുന്നു, ഒരുത്തൻ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് ചുറ്റിയേക്ക് തലക്കടിക്കുന്നു. ഇവിടെ ഇതുപോലെ തന്നെ ഭാര്യയോട് മോശമായിട്ട് വരുന്നതുകൊണ്ട് കൊല്ലത്തൊരുത്തിനെ ഇടിച്ചു കൊല്ലുന്നു. ഒരു പിന്നെ ഉത്സവത്തിന് പോയ ഒരു പാവം പയ്യനെ 4-5 പേര് കൂടുന്ന പട്ടികയ്ക്ക് തലക്കടിച്ച് മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. പിന്നെ പോലീസുകാരെ കുത്തുന്നു. കഴിഞ്ഞ ഈ ഒരു 2-3 മാസങ്ങളിൽ പോലീസുകാർ എവിടെയെല്ലാം വഴി SIയെ കുത്തുന്നു. പിന്നെ വാഹനം നിറഞ്ഞു നിർത്തി പോലീസുകാരൻ്റെ ഭാര്യയെ അമ്മയും തെറി വിളിക്കുന്നു. മാളിൽ സഹോദരിക്കൊപ്പം ഷോപ്പിങ്ങിന് പോയ പോലീസുകാരനെ തടഞ്ഞു നിർത്തി അടിക്കുന്നു. എന്തൊക്കെയാണ് ഇത്? ഇത്രയും ഗുരുതരമായിട്ട് ഇത്രയും മോശമായിട്ടുള്ള ഒരു ഭരണം, ജനജീവിതം ആകെപ്പാടെ കഷ്ടത്തിലാക്കിയ ഒരു ഭരണം, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടി കോൺഗ്രസ്സുകാരെ കാല് പിടിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. സത്യം പറഞ്ഞു അതിനിടയ്ക്കാണ് ഇവർ ഈ പൊറോട്ട നാടകം താല്പര്യമില്ലെന്നുള്ള മട്ടിൽ ഈ പൊറോട്ട നാടകമായിട്ട് ഇവർ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കുമ്പക്കുടിയുടെ വിഷയം പരിഹരിച്ചു, അടൂർ പ്രകാശിൻ്റെയൊക്കെ പരിഹരിക്കുമോ അത് പുറകെ വരുമോ എന്നുള്ളത് നമുക്ക് അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടണമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണ്. അത് ഞങ്ങളുടെ കൂടി ഒരു അഭ്യർത്ഥനയാണ്. ജനങ്ങളെ പരാജയപ്പെടുത്തരുത് നിങ്ങൾ. അതെ.